ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ വലിയവനായ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ആരാധനയ്ക്കായി ആലയത്തിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക്, വിശേഷാല കർത്തദാസന്മാർക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും തുടർന്നുള്ള അല്പസമയങ്ങൾ നാം ഒരുമിച്ച് ദൈവജനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മോട് സംസാരിക്കാനുള്ള ദൈവിക ആലോചനയുടെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യക്തിപരമായി നമ്മോട് സംസാരിപ്പാൻ ചില ആലോചനകളുണ്ട്. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. വേഗത്തിൽ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസൻ നമ്മുടെ നടുവിലുണ്ടല്ലോ. അവസാനം അദ്ദേഹത്തിൽ നിന്നൂടെ കേൾക്കേണ്ടത് കൊണ്ട് ഒരു ദീർഘ പ്രഭാഷണത്തിന് മുതിരാതെ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ വായിച്ച അനുഗ്രഹീത സങ്കീർത്തനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ 105 സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേലിന് ചെയ്ത നന്മകളുടെ ഒരു വിവരണമാണ്. എന്നാൽ 106 വരുമ്പോൾ ദൈവത്തോട് ഇവർ മത്സരിക്കുന്ന ചില മത്സരങ്ങളാണ്. നമ്മൾ ഓർക്കണം, ദൈവം നന്മ തരും, അനുഗ്രഹം തരും. ഇതൊക്കെ കിട്ടി ഒരു പരുവമായി കഴിയുമ്പോൾ പിന്നീട് മത്സരമാണ്. ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ പ്രാർത്ഥനയുണ്ട്, ദൈവം അല്ലാതെ വേറെ ആരുമില്ല. എല്ലാമായി കഴിയുമ്പം അല്പം ഒന്ന് മസിൽ പിടിക്കാം. ഇപ്പൊ എനിക്കെല്ലാം ആയല്ലോ. ദൈവത്തോട് മത്സരിച്ച ഇസ്രായേലിന്റെ ചരിത്രം നമുക്കതുണ്ടാകാതിരിക്കണം. അതിനുവേണ്ടിയാണ് ഇന്ന് ഈ വചനത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുന്നത്. ഇതിന്റെ രണ്ടാം ഭാഗം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ കരുതുന്നു. 2 ഭാഗമായിട്ട് തിരിച്ച് സൗകര്യാർത്ഥം, നമ്മുടെ പഠന സൗകര്യാർത്ഥമാണ് ഞാനത് 2ആയിട്ട് തിരിച്ചത്. അതിൽ നിന്ന് ചില വാക്കുകൾ മാത്രം ഓർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. മുഖവരകളൊന്നും കൂടാതെ ഞാൻ നേരിട്ട് അവിടേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കതിന്റെ 7ാമത്തെ വാക്യം പ്രാരംഭത്തിൽ ഒന്ന് വായിച്ചാട്ടെ. മതി. ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങളിലൊന്ന് 7ാം വാക്യത്തിൽ വായിച്ചത്, ദൈവത്തിന്റെ മഹാദയെ ഓർത്തില്ല, ദൈവം വിടുവിച്ച വിടുതലിനെ അവർ മറന്നു. 13ാം വാക്യം കൂടെ വായിച്ചോളൂ. എങ്കിലും അവർ വേഗത്തിൽ അവന്റെ, രണ്ടാമത് കണ്ടത് ഒന്നാമത് ദൈവത്തിന്റെ ദയ മറന്നവർ, അടുത്തതായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ മറന്നു. 22ാം വാക്യം കൂടെ വായിച്ചോളൂ. മതി. ഇവിടെ നമ്മൾ വായിച്ചത് ദൈവത്തെ, അപ്പം തുടക്കത്തിൽ ദൈവത്തെ മറക്കുകയല്ല, ദൈവത്തിൽ നിന്നൊരു വ്യക്തി അകന്നകന്നു പോകുന്നതിന്റെ, ദൈവത്തെ മറന്നു പോകുന്നതിന്റെ ആ സാഹചര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ പറയും, ഞങ്ങളാരും ദൈവത്തെ മറക്കത്തില്ല, ഞങ്ങളെ രക്ഷിച്ച ദൈവമല്ലേ, അവസാനത്തുള്ള രക്തം വരെയും ഊറ്റി തന്നതല്ലേ. നല്ല കാര്യമാണ്. ഡയറക്റ്റ് പെട്ടെന്ന് ചാടിക്കേറി നമ്മളാരും ദൈവത്തെ മറക്കത്തില്ല. ദൈവത്തെ മറക്കുന്ന ആ വഴി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഒന്ന്, ദൈവത്തിന്റെ ദയ മറന്നു. ദൈവത്തിന്റെ ദയ മറന്ന വ്യക്തി അധികം താമസിയാതെ ദൈവം ചെയ്ത പ്രവൃത്തികളൊക്കെ മറന്നു. ആ യാത്ര മുന്നോട്ട് പോയപ്പം ഒടുവിൽ ആരെ തന്നെ മറന്നു? ദൈവത്തെ തന്നെ മറന്നു. ഞാൻ വീണ്ടും ഒരു മുന്നറിയിപ്പായിട്ട് പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞോട്ടെ. നമ്മൾ പറയും, ഞാൻ ദൈവത്തെ മറക്കത്തില്ല, ആകേണ്ടി വന്നാലും എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ദൈവത്തെ മറക്കത്തില്ല. തീരുമാനം നല്ലതാ, പക്ഷെങ്കിൽ നിങ്ങൾ ദയ മറന്നുപോയെങ്കിൽ, ഇന്നലകളിൽ നടത്തിയ വിധങ്ങൾ, ദൈവം എന്നോട് കാണിച്ച കരുണ മറന്നു പോയെങ്കിൽ, 1ാം പടി ഞാൻ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തി മറക്കും. ദൈവത്തിന്റെ പ്രവൃത്തി മറന്നാൽ അവസാനം ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ വേഗത്തിൽ ആ ചിന്തകൾ ഒന്ന് പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തെ മറക്കാതിരിക്കണമെന്നുള്ള ചില മുന്നറിയിപ്പ് വേദോസം തന്നിട്ടുണ്ട്. ദൈവത്തെ മറന്നാലുള്ള ശിക്ഷകൾ പറഞ്ഞിട്ടുണ്ട്.
ദൈവത്തെ ഓർത്താനുള്ള ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ ഒരുപക്ഷെ ഇന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. സമയത്തിന്റെ പരിമിതിയും ആത്മാവിന്റെ നിയോഗവും അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൊടുന്നു വരാം. ആ ഭാഗത്തൊന്ന് ചിന്തിച്ച് വേഗത്തിൽ പോകാം. ആ ആ മതി. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ കണ്ട ഒരു പരാജയം, ചെങ്കടലിന്റെ തീരത്ത് വെച്ച് ഇവരുടെ ഒരു മത്സരം. നമുക്ക് ആ ചരിത്രം അറിയാവുന്ന ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ മിസ്രൈമ്യ സൈന്യം, ഇരുവശങ്ങളിലും വലിയ പർവ്വത നിരകൾ, 4 വഴിയും അടഞ്ഞപ്പം ഇവരവിടെ പറഞ്ഞൊരു വാക്കുണ്ട്: ഒരു നേതാവിനെ തെരഞ്ഞെടുക്ക്, നമുക്ക് മടങ്ങിപ്പോകാം. അവിടെ വെച്ച് അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. മിസ്രൈം എന്ന ഇരുമ്പൊലയിൽ നിന്നും 430 വർഷത്തെ അടിമത്തത്തിൽ നിന്നും അവരെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ദയ മറന്നു. അതാ പ്രശ്നം. മുമ്പിൽ പ്രശ്നം വന്നപ്പോൾ ഇന്നലകളിൽ നടത്തിയ വിധങ്ങളെ അങ്ങ് മറന്നു. ഇപ്പം കാണുന്നത് എന്തോ പ്രശ്നം. ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോ ദൈവാത്മാവിനോട് ഇടപെട്ടുന്ന ചിന്തകള്. പ്രശ്നം ഉണ്ട്, അതെപ്പോഴും വരും, ആരുടെ ജീവിതത്തിലും വരാം, എപ്പം വേണേലും ക്ഷണിക്കപ്പെടാത്ത അതീതമായിട്ടൊക്കെ കയറി വരാം. ഇത് വരുമ്പം ഓർക്കാണ്ട എന്തുവാ? ഇന്നലെ നടത്തിയ വിധങ്ങളെ ഒന്ന് ഓർക്കാം. ദൈവത്തിന്റെ ദയയെ ഓർത്തിട്ട് എന്തോ പറയണം? അവിടുന്ന് തന്നെ ദൈവം വിടുവിച്ചെങ്കിൽ ഇതിന് നടുവിൽ മുടിവെപ്പാൻ ശക്തൻ. ഇതാ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവർക്ക് അവിടെ നിന്ന് വേണേ പറയാം, കഴിഞ്ഞ 430 വർഷം രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്തടത്ത്, ഒരു തരത്തിലും വിടുതൽ ലഭിക്കത്തില്ലെന്ന് ഞങ്ങൾ ചിന്തിച്ചെടുത്തു നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിച്ചെങ്കിൽ ഇതിന്റെ നടുവിലും വിടുവിപ്പാൻ മതിയായവൻ. ഈ ഓർമ്മ ദൈവമക്കളെ എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇന്ന് പകലും ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ വിടുവിച്ചെങ്കിൽ, നിത്യശിക്ഷയിൽ നിന്ന് എന്നെ വിടുവിച്ചെങ്കിൽ, ആ നരകത്തിന് യോഗ്യനായ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ചെങ്കിൽ, ഇന്ന് എന്റെ മുമ്പിൽ നേരിടുന്ന ചില പ്രശ്നത്തിന്റെ നടുവിലും എന്റെ ദൈവം വിടുവിപ്പാൻ മതിയായവനാണ്. യെസ്, ഹല്ലേലൂയ. ഈ ബോധ്യത്തോട് ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയണം. ഇല്ല എങ്കിൽ ദയ മറക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ആ ചിന്ത ഒരു ഭാഗം കൂടെ പറഞ്ഞ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇവരെ ചെങ്കടലിലേക്ക് എത്തിച്ചത് ആരാ? ദൈവമല്ലേ? ഉറപ്പാണല്ലോ. ശത്രുവാണോ അവരെ എത്തിച്ചത്? അല്ല, ദൈവമാ. ശത്രു പുറകെ വന്നേ ഉള്ളൂ. ഇവരെ ചെങ്കടൽ വഴി നടത്തിച്ചത് ദൈവമാ. ശത്രു ഇത് കണ്ടുകൊണ്ട് അവർ അവിടെ സ്റ്റക്കായി എന്ന് പറഞ്ഞ് ആക്രമിക്കാൻ പുറകെ എത്തുക. വീണ്ടും ഞാൻ പറയുന്നു, നടത്തിയത് ദൈവമാണെങ്കിൽ, ചെങ്കടലിനെ ഒരു പ്രശ്നമായിട്ട് കണ്ടുപിടിക്കണമെന്ന് പറയാമോ? പ്രശ്നത്തിലേക്ക് നടത്തിയത് ദൈവമാണെങ്കിൽ, പ്രശ്നത്തിനകത്ത് ചില വഴിയും എന്റെ ദൈവം കണ്ടിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട്? നീ പ്രശ്നമെന്ന് പറയാതെ വിളിച്ചു പറ, അതിനകത്തൊരു വഴി കണ്ടിട്ടാ ചില പ്രശ്നത്തിന്റെ അടുത്തേക്ക് എന്നെ ദൈവം നടത്തിയത്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. പ്രശ്നത്തെ മാത്രം കാണാതെ അവിടേക്ക് നടത്തിയത് ദൈവമാണെങ്കിൽ അതിനകത്തൊരു വഴിയുണ്ട്. യെസ്, ഹല്ലേലൂയ. ഇന്ന് കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട്, പ്രശ്നത്തെ നോക്കിക്കൊണ്ട്, ചില തരമാലകളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, എന്റെ ദൈവമായ എനിക്ക് കൊണ്ടുവന്നതെങ്കിൽ ഇതിനകത്ത് ആരും കണ്ടിട്ടില്ലാത്ത, ആരും പോയിട്ടില്ലാത്ത, ആർക്കും പോകാൻ കഴിയാത്ത ചില പുത്തൻ വഴിയും എന്റെ ദൈവം ഈ പ്രശ്നത്തിന്റെ അകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിലെ വിഷയത്തിലേക്ക് ഒന്നോടെ ഓടിയെത്തുന്നു. മറക്കരുത്, ചെങ്കടലിന്റെ തീരത്തെത്തുമ്പോൾ, പ്രശ്നത്തിന് മുമ്പിൽ വരുമ്പോൾ ദൈവം നടത്തിയ വിധങ്ങളെ മറക്കരുത്. ദൈവത്തിന്റെ ദയയെ മറക്കരുത്. എന്നാൽ അടുത്ത വാക്യം വളരെ ശ്രദ്ധേയമാണ്. 8-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ആ മതി. ദൈവത്തിന്റെ ദയ മറന്നിട്ടും, നമുക്ക് ചരിത്രമൊക്കെ അറിയാമല്ലോ, പുറപ്പാട് ദിവസം 14-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ആ ഭാഗമൊക്കെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ദയ മറന്നിട്ടും ദൈവം എന്തോ ചെയ്തു? തന്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം
അങ്ങനെയെങ്കിൽ ദൈവം അവരെ രക്ഷിച്ചത് ഇവരുടെ പ്രാർത്ഥനയുടെ കൂടുതലോ ഇവരുടെ വിശ്വാസത്തിന്റെ വർധനവ് കൊണ്ടോ ഒന്നുമല്ല. ഒറ്റ നാടൻ ഭാഷ പറഞ്ഞ ദൈവത്തിന് നാണംകേട് ഉണ്ടാകാതിരിക്കാൻ ദൈവം വഴി തുറന്നു. ഇനി ഇസ്രായേൽ അവിടെ നിൽക്കട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കയറി വന്നേ. നമ്മുടെ ജീവിതത്തിലും ഒത്തിരി വഴി തുറക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അഭിമാനത്തോട് പറയും, ഞാൻ ഇത്ര വർഷമായി ദൈവത്തെ. നമുക്കൊക്കെ ഒത്തിരി പറയാനുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം 3 ദിവസം കഠിനമായ ഉപവാസം എടുത്തു, അതുകൊണ്ട് വഴി. ഞാൻ ദൈവനാമത്തിന് വേണ്ടി അതും ഇതും ഒക്കെ ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷെങ്കിൽ എപ്പോഴും ഓർത്തോണം, ദൈവം വഴി തുറക്കുന്നത് ദൈവത്തിന്റെ നാമം അപമാനിക്കാതിരിക്കാനാണ്. അതോർത്തങ്ങ് സ്തോത്രം പറയണം. എന്റെ കഴിവുകൊണ്ടല്ല, എന്റെ ആത്മീയത്തിന്റെ കൂടുതലല്ല. കർത്താവേ, അങ്ങ് സംഘടനയിലൊക്കെ വഴി തുറക്കുന്നത് അങ്ങയുടെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. ഇത് ഓർക്കുമ്പോൾ നമുക്ക് ഒത്തിരി താഴാനിടയാവും. ഇല്ലേ ഉള്ള കുഴപ്പം എന്നാണെന്നറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചാണല്ലോ, കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു, അതിന് മുമ്പത്തെ ആഴ്ച അത് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കാ. ഈ ഞാൻ പൊങ്ങി നിന്നാൽ ദൈവത്തിന് അവിടെ ഉയരാനൊക്കത്തില്ല. നമ്മൾ പലപ്പോഴും എന്റെ കഴിവ്, എന്റെ പ്രാർത്ഥന, എന്റെ ഉപവാസം, എന്റെ പാരമ്പര്യം, ഒത്തിരി ഞാനുണ്ട്, എന്റേത്. ഈ എന്റെയും കൊണ്ട് നിൽക്കുന്ന ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. നമ്മൾ പറ, കർത്താവേ, എന്റെ കഴിവോ എന്റെ പ്രാർത്ഥനയോ എന്റെ വിശുദ്ധിയോ എന്റെ ഉപവാസമോ ഒന്നുമല്ല, ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ദൈവം ചിലതൊക്കെ അങ്ങ് ചെയ്യുക. മഹത്വം മുഴുവൻ ദൈവത്തിന് കൊടുത്തോണ്ട് പറ, കർത്താവേ, എന്റെ കഴിവല്ല, അങ്ങയുടെ നാമം അപമാനിക്കപ്പെടാതിരിക്കാൻ എന്നെ അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. എന്റെ കുടുംബത്തെ അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. എന്റെ തലമുറ അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. എന്റെ പ്രവർത്തന മേഖലകളിലൊക്കെ ദൈവമേ, അങ്ങയുടെ കൃപ ചൊരിയുന്നത് അങ്ങയുടെ നാമം മഹത്വപ്പെടേണ്ടതിനാ. യെസ്, ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്ത് നിർത്തി വേഗം മുന്നോട്ട് പോക്കോട്ടെ. ഇങ്ങനെ ചെയ്ത് വന്ന വേഗത്തിൽ ആ ബാക്കി ഒന്ന് വായിച്ചു വിടാം. താഴോട്ടുള്ളവർ വായിച്ചോളൂ. ആ ആ ആ ആ ഇനി നമുക്ക് അതിന്റെ 12 ഒന്ന് വന്നിട്ട് ഇവിടെ ഭാഗം കൂട്ടുകാരെ. അവർ അവന്റെ വചനങ്ങളെ മതി. ഈ ജനം ദൈവത്തിന്റെ ദയ ഓർത്തില്ല, എന്നിട്ടും ദൈവം തന്റെ നാമമഹത്വത്തിന് വേണ്ടി വഴി തുറന്നു കൊടുത്തു. ഇങ്ങേക്കരെ വന്നപ്പോ ഭയങ്കര സ്തോത്രവും ആരാധനയും ഹല്ലേലൂയയും ഒക്കെ ഉണ്ട്. ചരിത്രം അറിയാമല്ലോ. 90 വയസ്സുള്ള അമ്മച്ചി തപ്പെടുത്ത് നൃത്തം ചെയ്യുന്നു. അമ്മച്ചിയോടുകൂട്ട മറ്റു സഹോദരിമാര് ഒരു വലിയ ആരാധന നടക്കുക. എന്നാൽ അടുത്ത വാചകം ഒന്ന് വായിക്കാമോ? 13. ആ ഭാഗം ശ്രദ്ധിച്ചല്ലോ. ദയ കൊണ്ട് ദൈവം വിടുവിച്ചു. ഇവര് ദയ ഓർത്തില്ല, മിസ്രൈമിൽ നിന്ന് വിടുവിച്ചതിനെ ഓർത്തില്ല. എങ്കിലും ദൈവത്തിന്റെ ദയ കൊണ്ട് ദൈവം അവരെ വിടുവിച്ചു. ദൈവത്തിന് സ്തുതി പാടി മഹത്വം കയറ്റി കാര്യമൊക്കെ ശരിയാ. പക്ഷെങ്കിൽ അടുത്ത വാചകത്തിൽ പറഞ്ഞേക്കുന്നതാണ്, വേഗത്തിൽ അവന്റെ പ്രവൃത്തി അങ്ങ് മറന്നു. നമ്മൾ ഇസ്രായേലിന്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു വിരൽ നമ്മുടെ നേരെ ഒന്ന് ചൂണ്ടിക്കേ. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തില്. സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും, ദൈവമേ വിടുവിച്ചതിന് സ്തോത്രം, അങ്ങ് മഹാദൈവം, ഒത്തിരി ദൈവത്തെ അങ്ങ് പുകഴ്ത്തും. നല്ല കാര്യം. പക്ഷെങ്കിൽ പ്രവൃത്തിയെ മറക്കാറുണ്ടോ? ഇന്നലകളിൽ നടത്തിയ വിധങ്ങളെ, ചെയ്ത ഉപകാരത്തെ, കൊണ്ടെത്തിച്ച വഴികളെ, ആ പ്രശ്നത്തിന് അറിവിൽ ചില പുത്തൻ വഴികൾ തുറന്നതും ഇതൊക്കെ പലപ്പോഴും മറക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ദയ മറന്നാൽ കാലം മുന്നോട്ട് ചെല്ലുമ്പോൾ ചെയ്ത പ്രവൃത്തി ഞാൻ മറക്കും. ഈ പ്രവൃത്തിയെ മറന്ന ജനം, സംഖ്യാപുസ്തകത്തിൽ അതിന്റെ വിശദീകരണമുണ്ട്. അവിടെ അടുത്ത വാക്യം ഒന്ന് വായിച്ചോളൂ. അടുത്ത വാക്യം വായിച്ചേ. അടുത്ത മതി. നിർജ്ജന പ്രദേശത്ത് ദൈവത്തെ പരീക്ഷിച്ച് നമുക്ക് ആ ചരിത്രമൊക്കെ അറിയാമല്ലോ. കാടപ്പക്ഷിയെ വേണമെന്ന് പറഞ്ഞു, മാംസം വേണമെന്നും പറഞ്ഞ ദൈവസന്നിധിയിൽ മത്സരിക്കുകയാണ്. മോഹിക്കുക, ദുർമോഹം. ദൈവത്തിന്റെ ദയ മറന്ന ആ ജനം ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി മറന്നിട്ട് എല്ലാ ദിവസവും കാലത്ത് അവരുടെ വീടിന്റെ മുറ്റത്തേക്ക് ദൈവം പൊഴിച്ചു കൊടുക്കുന്ന മഞ്ഞ, അവർക്ക് വേണ്ടതെല്ലാം ഓരോ ദിവസവും ദൈവം നൽകുന്നുണ്ട്. ആ സമയത്ത് മോഹിച്ച് ദൈവത്തോട് നിലവിളിക്കുന്നു. കാരണം പ്രവൃത്തി മറന്നു. ഇന്നലകളിൽ എനിക്ക് വേണ്ടതെല്ലാം എന്റെ കർത്താവ് തന്നു. ഒന്നിനും മുട്ടില്ലാതെ ഓരോ ദിവസവും എന്നെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവം. ആ ദൈവസന്നിധിയിൽ
മോഹത്തോട് നിലവിളിക്കുക, എനിക്ക് ഇറച്ചി കിട്ടിയേ പറ്റത്തുള്ളൂ. നമ്മുടെ ചില ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, വേദപുസ്തകം ശരിക്കും പഠിച്ചു വന്നാൽ കാണാൻ കഴിയുന്നുണ്ട്. ദുർമോഹങ്ങൾ, ദൈവം ഇപ്പോൾ എനിക്ക് തരാൻ ആഗ്രഹിക്കാത്തത് എനിക്കിപ്പോൾ കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് ചില കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിക്കുന്ന ചില ദുർമോഹങ്ങൾ. ഇവിടെ ഞാൻ ആവർത്തിച്ചോട്ടെ, ഇങ്ങനെ വാശി പിടിച്ചാൽ ദൈവം ചിലപ്പം തരും. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണന്, സംഖ്യാപുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ അതിന്റെ വിശദീകരണമൊക്കെ ഉണ്ട്, പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. കാടപക്ഷേ വേണമെന്ന് പറഞ്ഞ് ദൈവം കൊടുത്തു. ഏറ്റവും കുറച്ച് പിടിച്ചവൻ തന്നെ 10 പറ, എന്റെ കണക്ക് എനിക്ക് പറഞ്ഞാണ് 100 കിലോ ഏറ്റവും കുറഞ്ഞ ഒരു വീട്ടിൽ തന്നെ കിട്ടി. പക്ഷെങ്കിൽ ആ ദിവസം തന്നെ അവരിൽ 24,000 പേര് മരിച്ചുപോയി. കാരണം എന്നാ? ദൈവത്തിന്റെ പ്രവൃത്തി മറന്നു. ദൈവത്തിന്റെ പ്രവൃത്തി മറന്നിട്ടും ചില നിലവിളിക്ക് ദൈവം മറുപടി തന്നിരിക്കും. പക്ഷെങ്കിൽ കൂട്ടത്തിൽ എന്തോ കൂടെ ഉണ്ട്? ക്ഷയം കൂടുണ്ട്. നിർബന്ധിച്ച് പിടിച്ചു വാങ്ങി എനിക്ക് കിട്ടിയേ തീരത്തുള്ളെന്ന് പറഞ്ഞ് ഞാൻ ഒരു ദുർവാസി കാണിച്ചാൽ ഒരുപക്ഷെ ദൈവം തന്നിരിക്കും. മറക്കരുത്, കൂട്ടത്തിൽ ക്ഷയം കൂടെ ദൈവം തരും. അതുകൊണ്ട് എന്താ അർത്ഥം? അവർക്കത് കഴിക്കാൻ കഴിഞ്ഞോ? ഭാഗമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരതിന്റെ ടേസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനു മുമ്പ് തന്നെ ഒരു ബഹുഭൂരിപക്ഷം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആ മരണവാർത്ത അറിഞ്ഞവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളതായ താല്പര്യം ഉണ്ടാകുന്നില്ല. ദൈവത്തോട് മത്സരിക്കാൻ പോയാൽ, ദൈവത്തിന്റെ പ്രവൃത്തി മറന്നാൽ ഞാൻ അറിയാതെ മത്സരിക്കും. അടുത്ത ഭാഗം കൂടെ ഞാൻ ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. 23 വായിച്ചാട്ടെ. ആ ആ 22 വായിച്ചു. ചെങ്കടലിൽ മതി. പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് അവിടെ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് എന്റെ വാക്ക് അവസാനിപ്പിക്കാം. 1, ദയ മറന്നു. 2, പ്രവൃത്തി മറന്നു. ഇപ്പൊ വന്ന് ദൈവത്തെ മറന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ വളരെ പ്രാഗൽഭ്യത്തോടെ പറയും ഞാൻ മറക്കത്തില്ല. പക്ഷെങ്കിൽ ഈ ഒരു ചെറിയ വിഷയം നിങ്ങൾ ഓർത്താൽ മതി. ദൈവം ചെയ്ത ഉപകാരങ്ങൾ എന്തെങ്കിലും മറന്നുപോയെങ്കിൽ അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തികൾ മറക്കും. മറന്നാൽ ഒടുവിൽ ദൈവത്തെ മറക്കും. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തെ മറന്നതിനെ കുറിച്ചുള്ള ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശ ദൈവത്തോടുകൂടെ 40 ദിവസം പർവ്വതത്തിലായിരുന്നപ്പോൾ, മോശ വരാൻ താമസിച്ചപ്പോൾ താഴ്വരയിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കുന്നു. അവര് പറയുന്ന വാക്കെന്തുവാ? മിസ്രൈമിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുമ്പിൽ ആരാധിക്കുന്നു. ഇവരെ കൊണ്ടുവന്നത് ആരാ? യഹോവയായ ദൈവമാണ്. നീട്ടിയ ഭുജം കൊണ്ടും ആ ശക്തിയേറിയ ബലം കൊണ്ടും ഇവരെ വിട്ടുവെച്ച് കൊണ്ടുവന്ന ദൈവത്തെ മറന്നിട്ട് ഇപ്പൊ ഇവര് പറയുകയാണ്, കാളക്കുട്ടിയുടെ മുമ്പിൽ ആരാധിച്ചിട്ട് പറയുകയാണ്, ഇതാ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവം. നമുക്ക് ആ ചരിത്രം അറിയാമല്ലോ. ദൈവം മോശയോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ വിട്, ഞാൻ അങ്ങോട്ട് പോവുക, അവരെ നശിപ്പിക്കാൻ പോവുക, നിന്നെ ഒരു ജാതിയാക്കാം. പക്ഷെങ്കിൽ മോശ അവിടെ മധ്യസ്ഥ ചെയ്തത് കൊണ്ട്, ഇടിവിൽ നിന്നത് കൊണ്ട് ജനം രക്ഷപ്പെട്ടു. ഇന്ന് പകൽ വ്യക്തമായി ദൈവമക്കളെ തിരിച്ചറിയണം, ദൈവത്തെ മറക്കാൻ സാധ്യതകളുള്ള ഒരു ലോകത്താണ് നാം ഒക്കെ ജീവിക്കുന്നത്. അഹങ്കാരത്തോട് അഭിമാനത്തോടൊക്കെ പറയും ഞാൻ മറക്കത്തില്ല. പക്ഷെങ്കിൽ വളരെ ഗൗരവത്തോട് ഞാൻ ഈ വചനത്തിൽ നിന്നോട് പറയട്ടെ, മറക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തുടക്കത്തിൽ തിരിച്ചറിഞ്ഞോണം, ദൈവം എന്നെ വിടുവിച്ച് തന്റെ മകനാക്കി മകളാക്കിയ ആ ബോധ്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഇന്നലകളിൽ ചെയ്ത ഉപകാരങ്ങളെ ഞാൻ മറന്നുപോകും. അറിയാതെ ഞാൻ സ്ലിപ്പ് ചെയ്ത് വഴുതി വീണ് ഞാൻ ദൈവത്തെ പോലും മറക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ മറക്കാനിട വരരുത്. 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിക്കേണ്ട, ഞാൻ വാക്യങ്ങളൊക്കെ വേഗം അങ്ങ് പറഞ്ഞുവിടാം. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉപകാരങ്ങൾ മറക്കരുത് എന്ന് വ്യക്തമായി ദൈവം പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ഞാൻ ഇത് മറന്നാൽ അവസാനം വരുമ്പോൾ ദൈവത്തെയാണ് മറക്കുന്നത്. ദൈവത്തെ മറന്നാലുള്ള ഭീകരത ഞാൻ അവസാന ഭാഗം അവിടേക്ക് കയറി വരാം സമയമുണ്ടെങ്കിൽ. നമ്മൾ ഓർക്കണം, വളരെ ഗൗരവത്തോട് ചില മുന്നറിയിപ്പ് തരികയാണ്. ദയ മറക്കരുത്, പ്രവൃത്തി മറക്കരുത്,
ഇത് രണ്ടും സംഭവിച്ചാൽ നിങ്ങൾ ദൈവത്തെ മറക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തെ മറന്നാൽ എന്നെ സഹായിപ്പാൻ പിന്നെ ആരും കാണത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് പ്രമാണം കൊടുക്കുമ്പോൾ ദൈവം പറയുന്ന ചില പ്രമാണങ്ങൾ അതൊന്ന് വായിക്കാം. ആവർത്തന പുസ്തകത്തിൽ ഒന്ന് വന്നിട്ട്, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. ആ അവിടെ ഭാഗം ഒരു മിനിറ്റ് നിർത്താൻ. അവിടെ വായിച്ചാൽ ശ്രദ്ധിച്ചല്ലോ. നീ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളത് നാളെ സംഭവിക്കാനുള്ളതോ വേറൊരാളുടെ ജീവിതത്തിൽ സംഭവിച്ചതോ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ആ ബോധ്യമുണ്ട്. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞു. നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒത്തിരി കണ്ടിട്ടില്ലേ? വൈദ്യശാസ്ത്രം കൈവിട്ടെടുത്തും രക്ഷപ്പെടത്തില്ലെന്ന് ചിന്തിച്ചെടുത്തും സ്വപ്നം കാണാൻ എത്താത്തടത്തൊക്കെ കൊണ്ടെത്തിച്ചത് എന്റെ ദൈവമാണെന്ന് എന്റെ കണ്ണാൽ കണ്ടെങ്കിൽ ആ കണ്ണാലെ കണ്ടിട്ടുള്ളത് ഞാൻ മറന്നു പോകരുത്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ഇന്നത്തെ അവസ്ഥ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, എത്രത്തോളം കൊണ്ട് എത്തിച്ചത് എന്റെ കണ്ണാലെ ഞാൻ കണ്ടെങ്കിൽ കണ്ണാലെ കണ്ടത് മറക്കാതിരിപ്പാൻ. യെസ്, വായിച്ചോളൂ. കണ്ണാലെ കണ്ടത്, അവിടെ വളരെ ഗൗരവത്തോട് പറയുകയാണ്, കണ്ണാലെ കണ്ടിട്ടുള്ളത് നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും മറക്കാതെ. വായിച്ചോളൂ. ആ ആ ആ അടുത്തൂടെ മതി. ആ ഭാഗം നമ്മൾ മറക്കരുത്. കണ്ണാലെ കണ്ടിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തികളെ ഞാൻ മറക്കരുത്. മറക്കരുതെന്ന് മാത്രമല്ല, ഇത് ആരോട് പറയണം? മക്കളോട് പറയണം. ഞാൻ ആ സബ്ജക്ട് എടുക്കുമ്പോ ഒരു കാര്യം ഒന്ന് വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. മക്കളോട് ഏറ്റവും അധികം പറയേണ്ടത് എന്തുവാ? ഇതൊക്കെയാ. അവരെ സയൻസ് പഠിപ്പിച്ചോ, കൊമേഴ്സ് പഠിപ്പിച്ചോ, പ്രൊഫഷണൽ കോഴ്സിലോ എന്തെങ്കിലും ടെക്നിക്കൽ സൈഡിലൊക്കെ പഠിപ്പിച്ചോ, നല്ല കാര്യമാണ്. അത് പഠിച്ചോ എന്ന് പറയുന്നതിനേക്കാൾ ദൈവത്തെ മറക്കാതിരിക്കാനോടൊന്ന് പഠിപ്പിക്കുക. ഇതൊക്കെ ഈ ആയുസ് കൊണ്ട് തീരും. ഓർമ്മ നിൽക്കുന്നിടത്തോളം കാലം, സുബോധം ഉള്ളിടത്തോളം കാലം നമ്മുടെ അറിവും ബുദ്ധിയും കഴിവും ഒക്കെ കൊണ്ട്, പക്ഷെ ഇതെല്ലാം ഒരു ദിവസം മണ്ണിൽ ചേരും. നിത്യതയെ കൊണ്ട് എത്തിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ്. മറക്കാതിരിക്കണം. ഞാൻ വീണ്ടും പറയുന്നു, അവിടെ ആ അവസാന വാക്യം വായിച്ച, അവസാനിപ്പിച്ച ഭാഗം ഒന്നുറന്ന് വായിച്ചാല് 7-ാം വാക്യം, 6:7. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും, അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഉപദേശിച്ചു കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന എല്ലാ കോഴ്സും അല്ലെങ്കിൽ ആ സബ്ജക്ട്സ് അവരെ പഠിപ്പിക്കാൻ തക്കവണ്ണം നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആകണമെന്നില്ല എല്ലാവരും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഇത് പറയാമല്ലോ, ദൈവത്തെ മറക്കല്ല എന്ന് പറയാൻ പറ്റൂ. അവർ പഠിക്കുന്ന കൊമേഴ്സോ അവരുടെ ഏതെങ്കിലും കോഴ്സ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ കോഴ്സ്, എഞ്ചിനീയറിങ്ങോ മെഡിസിനോ, ഇതൊക്കെ അവരെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, അവർ പഠിപ്പിച്ചോളും. അത് പറഞ്ഞു കൊടുക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്നിരിക്കത്തില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് എന്താ വഴി? ദൈവത്തെ മറക്കാതിരിക്കാൻ പഠിപ്പിക്കാം. തലമുറ രക്ഷപ്പെടാൻ അതേ ഉള്ളൂ മാർഗം. അവർ ഏറ്റവും ടോപ്പ് കോഴ്സിൽ പഠിപ്പിച്ചുകൊണ്ട് അവരുന്നതരാകണം നിർബന്ധമൊന്നുമില്ല, ആകട്ടെ. എന്നാൽ ദൈവത്തെ മറക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ചില നാളുകൾക്ക് മുമ്പ്, ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിന്റെ ആനിവേഴ്സറിക്ക് ഒരു ചെറിയ സന്ദേശം ഞാൻ കൊടുത്തു. എന്റെ മാനേജർ പറഞ്ഞൊരു വാക്ക് ഇതാണ്, പേരൻസിന് ഒരു ഗൈഡൻസ് കൊടുക്കാമെന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ കൊടുത്ത സബ്ജക്റ്റ് നിങ്ങൾക്കും പ്രയോജനപ്പെടുമെങ്കിൽ ഞാനൊന്ന് പറയാം. അവരോട് പറഞ്ഞ 2 വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ടെൽ ഗോഡ് അബൌട്ട് യുവർ ചിൽഡ്രൻ. 2, ടെൽ യുവർ ചിൽഡ്രൻ അബൌട്ട് യുവർ ഗോഡ്. ഈ 2 കാര്യം ഒരുപോലെ നടന്നാൽ കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടു. അതായത് ദൈവത്തോട് കുഞ്ഞുങ്ങളുടെ കാര്യം പറയണം. അത് നമ്മൾ പറയുന്നവരെ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തോട് എന്താ പറയും? നിങ്ങളാരും തന്നെ മിണ്ടാത്ത പറഞ്ഞ് ദൈവത്തിനിപ്പം ഫുൾ ടൈം പറയുമ്പോൾ ആദ്യം പറയുന്നത് എന്തോ? ദൈവത്തിനിപ്പം കുഞ്ഞുങ്ങളെ നല്ല പരിചയമാണ്. കാരണം എപ്പോഴും അത് തിരിച്ച് 2ാം കാര്യം പറയാറുണ്ടോ? ടെൽ യുവർ ചിൽഡ്രൻ അബൌട്ട് ഗോഡ്.
പിള്ളേരോട് ആരെ കുറിച്ച് പറ? ദൈവത്തിന് പിള്ളേരെ പരിചയമുണ്ട്, പിള്ളേർക്കാരെ പരിചയമില്ല. എന്നാ കാരണം? എന്നാ പറയുന്നില്ല? ദൈവത്തിന് കുഞ്ഞുങ്ങളെ പരിചയമാ. കാരണം നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു മെജോറിറ്റി, നല്ല ശതമാനം നമ്മൾ പ്രാർത്ഥിക്കുന്ന ആർക്ക് വേണ്ടി? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും പ്രാർത്ഥന നിർത്തുമോ? ഇല്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ എത്ര പ്രായമായാലും കുടുംബസ്ഥരായാലും ഒക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെയ്തോ. പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങള് ദൈവത്തെ കുറിച്ച് അവരോടൊന്ന് പറ. എന്നോട് പറയുന്നു, അവരെ കൊമേഴ്സ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, സയൻസ് പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ ഉന്നത ബിരുദങ്ങൾക്കൊക്കെ അവർക്ക് വഴി കാട്ടാൻ ടീച്ചേഴ്സ് ഉണ്ട്, ഗൈഡ് ഉണ്ട്, അവർക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ട്. അവർക്കാർക്കും കഴിയാത്തൊരു കാര്യം മാതാപിതാക്കളെ കൊണ്ട് കഴിയും. എന്നോട് പറയുന്നു, ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ, ടീച്ചേഴ്സ് നിങ്ങളോട് പറയുമോ ദൈവത്തെ ഓർക്കണമെന്ന്? അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു, അവർ ചെയ്യട്ടെ. പക്ഷെങ്കിൽ പേരൻസിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. പേരൻസ് മീറ്റിംഗ് അല്ല, സഭായോഗം എന്നുള്ള ബോധത്തോടെ ഞാൻ പറയുന്നത്. എങ്കിലും എല്ലാവരും കൂടെ ഒന്നിച്ച് കിട്ടുന്ന ഇപ്പോഴില്ല ഉള്ളു. ഇന്ന് പകൽ മാതാപിതാക്കളോട് എന്നോട് പറയുന്നു, എത്ര പേർ ആ ദൗത്യം ഏറ്റെടുക്കും? കുഞ്ഞുങ്ങളോട് ദൈവത്തെ മറക്കരുതെന്ന് പറ. എടാ പഠിക്കടാ, പറഞ്ഞു കൂട്ടത്തിൽ പറ, മോനെ ദൈവത്തെ ഇത്രയും കൊണ്ടുവന്ന ദൈവമാണ്, മറക്കല്ലേ. കുടുംബസ്ഥരോടും ഒക്കെ ഒന്ന് പറഞ്ഞോ. കുഞ്ഞുങ്ങൾ കുടുംബസ്ഥരാണെങ്കിലും പറ. അത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. അവർക്കൊരു ധാരണയുണ്ട്, പിള്ളേർ കല്യാണം കഴിച്ചു, നീ അപ്പൊ അവരുടെ വഴിയല്ല. അവര് കല്യാണം കഴിച്ചാലും അവർക്ക് മക്കളുണ്ടായാലും നിങ്ങൾ അവരുടെ മാതാപിതാക്കളാണോ? നിങ്ങളുടെ ഉത്തരവാദിത്വം അവരോട് പറ. ദൈവത്തെ മറക്കല്ല, ദൈവത്തെ ഓർക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമോ? ഈ കുഞ്ഞ് ഒരിക്കലും ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ചാൾസ് സ്പർജന്റെ ഒരു ചരിത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേൾക്കുന്നുണ്ടായി. 7 or 8 മക്കളാണെന്ന് തോന്നുന്നു ആ കുടുംബത്തിലുള്ളത്. അതിൽ ഏറ്റവും മൊസടൻ, പ്രശ്നക്കാരൻ ഈ ചാൾസാ. ആ അമ്മ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം മക്കളെ എല്ലാം ഉപദേശിക്കും. എല്ലാ മക്കളും നല്ല വഴിയിലാ പോകുന്നത്. ഈ ഒരുത്തൻ മാത്രം പെസക, അവൻ റിബല, എന്തിനും കയറി എതിർക്കും. ചുവന്നേരം യോഗത്തിന് ഇരിക്കത്തില്ല, പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, അമ്മയെ അനുസരിക്കത്തില്ല. ഒടുവിൽ ഈ അമ്മ ഒരു ദിവസം ആ പ്രാർത്ഥനാ വേളയിൽ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ മക്കളോട് അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൂർണ്ണ പ്രാഗൽഭ്യമുണ്ട്, എൻ്റെ മുഴുവൻ മക്കളോടും ഞാൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അവർ വഴിതെറ്റിപ്പോയാൽ ഞാനല്ല ഉത്തരവാദി, ആ മക്കളാ. ഇത് കേട്ട അന്ന് ഇദ്ദേഹം മാനസാന്തരപ്പെട്ടു. എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവസന്നിധി ചെല്ലുമ്പം ഇനിയും കണക്ക് ചോദിക്കുമ്പോ അമ്മയോട് ചോദിക്കത്തില്ല, ആരോടെ ചോദിക്കത്തുള്ളൂ. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അന്ന് മുതൽ ഇദ്ദേഹത്തിന്റെ ഉള്ളം കത്താൻ തുടങ്ങി. ലോകം അറിയപ്പെടുന്ന ഒരു പ്രസംഗകനായി ചാൾസ് സ്പർജൻ മാറിയത് ആ അമ്മയുടെ ഒരു വാക്ക. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, ആ ഭാഗത്ത് ഞാൻ ഓടിച്ചങ്ങ് പോകാൻ വന്നതാണെങ്കിലും അല്പം നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ചോട്ടെ. പറഞ്ഞോട്ടെ, നിങ്ങളുടെ സയൻസിന്റെ കാര്യം അവർ നോക്കിക്കോളും, ടീച്ചേഴ്സ് നോക്കിക്കോളും. അവരുടെ ഏത് കോഴ്സും അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നോക്കിക്കോളും. നിങ്ങൾ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. പക്ഷെങ്കിൽ ദൈവത്തെ മറക്കരുതെന്ന് പറവാൻ അവരല്ല, നിങ്ങളാ ഉത്തരവാദികൾ. ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പറഞ്ഞോ, പിള്ളേർക്ക് ദേഷ്യം വരും, അന്നോട്ടെന്ന്. മമ്മിക്ക് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ദൈവം, പ്രാർത്ഥന, ഉപദേശം. ഒരു കാലത്ത് അവർക്ക് ബോധ്യം വരും, ഇന്ന് ബോധ്യം വരത്തില്ല. മക്കളെ ദേഷ്യപ്പെടല്ലേ. വീട്ടിൽ ഇതാ, പിന്നെ പാസ്റ്റങ്ങളോട് ഇതങ്ങോട്ട് പറയുമ്പോ ഇനി വീട്ടിൽ ചെന്നിന്ന് മുഖം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് പണി തരാനുള്ളതാ ഇന്നത്തെ പ്രസംഗം. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ അവർക്ക് ദേഷ്യം വരും, ഇഷ്ടപ്പെടണമെന്നില്ല, മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഒരു കാലത്ത് അവർക്ക് ബോധ്യം വരും. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അന്ന് അവർ പറയും, അന്ന് ചെറുപ്പത്തിൽ എന്നോട് ഇതൊക്കെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ ജീവിച്ചേനെ എന്ന് പറഞ്ഞ് നാളെ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാൻ ഇട വരരുത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, മക്കളെ ആ ബാക്കി മുന്നോട്ട് വായിച്ചു എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. കുഞ്ഞുങ്ങളൊക്കെ എടുത്തേ, ദിവസം എടുത്തേ, എല്ലാവരും എടുത്തേ. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, Deuteronomy chapter 6 verse 7.
മതി മതി, അവിടെ വായിച്ചത് നീ അവയെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അങ്ങനെയെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, മക്കളെ ഉപദേശിക്കണം. എന്നൊരു ഭാഗം കൂടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. പറയാൻ പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് കയറിപ്പോ. ഏറ്റവും കുറഞ്ഞത് അവരെ ഉപദേശിക്ക, പറ, ഇത്രയെങ്കിലും പറ. ഞാൻ വീണ്ടും പറയുന്നു, മക്കൾക്ക് ദേഷ്യം വരും, നിങ്ങളോട് അല്പം പ്രയാസം തോന്നും, സാരമില്ല. നാളെ എന്റെ കുഞ്ഞ് വഴിതെറ്റി പോകാതിരിക്കണമെങ്കിൽ ഇന്നത്തെ വിരോധം സഹിച്ചുകൊണ്ട് നിങ്ങൾ മക്കളെ ഉപദേശിക്കുക, ദൈവത്തെ മറക്കരുതെന്നൊന്ന് പറ. കേൾക്കുന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. രാത്രി അവർ കിടന്നുറങ്ങുമ്പം അവരുടെ കട്ടിലിനടിയെ ചെന്നേച്ച് പറ്റുമെങ്കിൽ അവരുടെ ദേഹത്ത് കൈവച്ച് അല്ലെ തലയെ കൈവച്ച് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഒരെണ്ണോ നഷ്ടപ്പെട്ടു പോകത്തില്ല. യെസ്, ഹല്ലേലൂയ. നമ്മുടെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ മറക്കരുതെന്ന് അവരെ ഓർപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, ഹല്ലേലൂയ. മാതാപിതാക്കൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളാ. ഈ ഇരിക്കുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളാ, എനിക്ക് അവരെയൊക്കെ അറിയാം. പക്ഷെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുമോ? അവരുടെ ബെഡ്റൂമിൽ ചെന്ന് അവർക്ക് വേണ്ടി അവർ ഉറങ്ങിക്കഴിഞ്ഞ് 1 മിനിറ്റെങ്കിലും വന്ന് നിന്ന്, കർത്താവേ എന്റെ കുഞ്ഞിനെ സഹായിക്കണമേ, ദൈവത്തെ മറന്ന് ജീവിക്കാൻ ഇടവരരുത്, അവൻ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ദൈവമുള്ള ഒരു പൈതലായിട്ട് ജീവിപ്പാൻ ഇടതരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മാതാക്കൾ തയ്യാറാണെങ്കിൽ പിതാക്കന്മാരെ കൊണ്ട് ഒരുപക്ഷെ എപ്പോഴും കഴിഞ്ഞെന്ന് വരികയില്ല. അവരുടെ പ്രസൻസ് ഒരുപക്ഷെ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ ഉണർന്നു വരാം. എന്നാൽ വളരെ ശാന്തമായി അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മാതാക്കൾക്കാണ്. നിങ്ങൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അവർ രക്ഷപ്പെടും. യെസ്, ഹല്ലേലൂയ. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മറ്റു ചില ചിന്തകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിലും തൽക്കാലം ഞാൻ അവിടെ ഇറങ്ങുന്നില്ല. ആ ആവർത്തന പുസ്തകം തന്നെ എടുത്താട്ടെ, ഒരു വാക്യം കൂടെ ആ ഭാഗത്ത് ഓർപ്പിക്കാം. 8-ാം അധ്യായം കൂടെ എടുത്തേ. സോറി, 6-ാം അധ്യായം, 8-ന്റെ തൽക്കാലം പോകണ്ട. 6-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആ ആ, ഉം, മതി. അവിടെയും പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. ആ പദങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം മറക്കാൻ സാധ്യതയുള്ളത് അപ്പോഴാണ്. മിസ്രൈമിൽ വെച്ചല്ല, അന്ന് മറക്കത്തില്ല. മിസ്രൈമിൽ ആ പടയാളികളുടെ അല്ലെങ്കിൽ ആ സൂപ്പർവൈസേഴ്സിന്റെ അടിയൊക്കെ കിട്ടി. ഇഷ്ടികയുടെ എണ്ണം തികച്ചില്ല. കുറ്റപ്പെടുത്തലും ഉപദ്രവവും ഒക്കെ സഹിച്ചു വന്ന് വീട്ടിൽ കിടക്കുമ്പം ആ അടിമക്കുടലിൽ കിടന്നോണ്ടുള്ള പ്രാർത്ഥന, കർത്താവേ ഇതിൽ നിന്നൊരു, അന്ന് പ്രാർത്ഥനയുണ്ട്, ഇതിൽ നിന്ന് എന്നൊരു മോചനം കിട്ടും ദൈവമേ. എന്നാൽ പ്രമാണം കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിനക്ക് ദൈവം നിന്റെ ഈ അവസ്ഥയൊക്കെ അങ്ങ് മാറ്റും, അടിമക്കുടലിൽ നിന്ന് നിന്നെ മാറ്റും. അന്ന് നീ ഒത്തിരി കഷ്ടപ്പെട്ടു. ഇന്ന് അവിടെ വായിച്ച ഭാഗത്തിൽ നീ പണിയാത്ത, അങ്ങനെ ഒരു വാക്യം, നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും, നീ നിറയ്ക്കാത്ത സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും, നീ കുഴിക്കാത്ത കിണറുകളും, നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിച്ച ആ ആ ആ മറക്കാൻ സാധ്യത അന്നേരമാ. തൃപ്തരാകുമ്പോൾ മറക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാമായി ഇനിയിപ്പോ എന്താ വേണം? ഒന്നുമില്ലായ്മയിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല, കാരണം ദൈവം അല്ലാതെ വേറെ ആരുമില്ല. ഇന്നിനിപ്പോ എല്ലാം ഉണ്ട്. അവിടെ ആ പ്രത്യേക പദം കൂടെ നമ്മൾ ഓർക്കണം. ഞാൻ തൃപ്തനാകുമ്പോൾ മറക്കാനുള്ള സാധ്യതയുണ്ട്. ഇംഗ്ലീഷിൽ അതിന് കൊടുത്തേക്കുന്ന വാക്ക് ഇംഗ്ലീഷ് മെറിൻഡിലുണ്ടോ? ജസ്റ്റ് 11-ാം വാക്യം അവിടെ എഴുതിക്കുന്ന ഒരു പ്രത്യേക ബിവയാർ, ജാഗ്രത കൊടുക്കുക എന്ന് വായിച്ചാലുണ്ടെങ്കിൽ 11-ാം വാക്യം വായിച്ചു. ഏതാ KJV ആണ് എടുത്തേക്കുന്നത്? എനിവേ വായിച്ചു, KJV അത് വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നത് ഉള്ളതങ്ങ് വായിച്ചു. 11-ാം വാക്യം വായിച്ചാലും 11 വായിച്ചേ. അവിടെ കെയർഫുൾ എന്നാണ് കൊടുത്തേക്കുന്നത്. ചില ട്രാൻസ്ലേഷൻ വായിച്ചു വന്നപ്പം ബിവയാർ എന്ന് പറഞ്ഞാൽ
ജാഗ്രത കൊടുക്കണം. അതായത് നമുക്കറിയാമല്ലോ, ഈ പണ്ട് കാലം ഇപ്പോഴും ഉണ്ട് ചില വീടുകളിൽ ഗേറ്റിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ട്, വെയർ ഓഫ് ഡോഗ്സ്. പട്ടിയെ തുറന്നു വിട്ടിട്ടുണ്ട്, അകത്ത് കയറുകയാണെങ്കിൽ സൂക്ഷിച്ച് കയറണമെന്ന്. ഇതിന്റെ അർത്ഥം കടി കിട്ടാൻ. ആ വാക്കിന്റെ അർത്ഥം, വേറെ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇങ്ങനെ വേണേ പറയാം, അപകടം പിണയാതെ സൂക്ഷിക്കുക. അതേ അർത്ഥമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഈ മറക്കരുതെന്ന് പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞല്ലോ, മൂലഭാഷയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന അർത്ഥം അപകടം പറ്റാതെ. എപ്പോഴാണ് അപകടം പറ്റുന്നത്? തൃപ്തി പ്രാപിക്കുമ്പോൾ. ഞാൻ വീട് പറയുന്നു, തുറന്നു വിട്ടിരിക്കുന്ന കടിക്കുന്ന പട്ടി കടിക്കാതെ, ആ കടി കൊള്ളാതെ രക്ഷപ്പെടണമെങ്കിൽ ഞാൻ അത്രമാത്രം ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതേ ശ്രദ്ധ എനിക്ക് ഉണ്ടാകണം തൃപ്തി പ്രാപിക്കുമ്പോൾ ദൈവത്തെ മറക്കാതിരിക്കാൻ. മനസ്സിലായെന്ന് കരുതുന്നു. ദൈവത്തിനൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ പറയും ഇതിനൊക്കെയാണോ ഇത്ര ഇമ്പോർട്ടൻസ്? ആന്നു, ഇതിനൊക്കെയാ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെന്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? ദൈവത്തെ മറന്നാൽ പ്രശ്നമുണ്ടോ? ഞാൻ ഭാഗം വിശദീകരിക്കണമെന്നുണ്ടെങ്കിലും ഇറങ്ങുന്നില്ല. ഇത്രയും പറഞ്ഞ തൽക്കാലം ഇവിടെ നിർത്തിക്കോട്ടെ. മറക്കരുത്, ദൈവത്തെ മറക്കരുത്. വീണ്ടും ഞാൻ പറയുന്നു, ദൈവത്തെ മറക്കരുത്. മറന്നാൽ ഒരു വാക്യം വേണേ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് ദൈവം അനുസരിച്ച് പിന്നീട് ഞാൻ വിശദീകരിക്കാം. 50-ാം സങ്കീർത്തനത്തിൽ വന്നാട്ടെ, അതിന്റെ 22-ാം വാക്യം ഒന്ന് വായിച്ചു. അതേക്കുറിച്ച് അല്പം കാര്യങ്ങൾ പറയാനുണ്ട്, തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. 22-ാം വാക്യം, ദൈവത്തെ മറക്കുന്നവരെ മതി. അവിടെ വാക്യം ശ്രദ്ധിച്ചല്ലോ, ദൈവത്തെ മറന്നാൽ ആരാ കീറുന്നു? ദൈവം കീറും. അടുത്തത്, വിടുവെപ്പാൻ എന്റെ സമ്പത്തിനോ എന്റെ പേരിനോ എന്റെ പ്രശസ്തിക്കോ എന്റെ ഈ ഭൂമിയിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. ദൈവത്തെ മറക്കുന്നവര് ഇത് ഓർത്തോണം. ഏറ്റവും കുറഞ്ഞൊരു ഓർമ്മ വേണം. ദൈവത്തെ മറക്കുമ്പം ദൈവം എന്നെ കീറുമെന്നുള്ള ഓർമ്മ വേണം. നമുക്ക് ദൈവത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ. കർത്താവേ, മറക്കാനിടവരരുത്, ഓർക്കാൻ എന്നെ സഹായിക്കണമേ. യെസ്, ഹല്ലേലൂയ. മറന്നാൽ ദൈവം കീറും. അന്ന് എന്നെ വിടുവിപ്പാൻ ലോകത്തൊരു വസ്തുവിനും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല, എന്റെ തൃപ്തിക്ക് കഴിയത്തില്ല. എന്നെ ഇന്ന് തൃപ്തിയാക്കിയ ഓരോ വസ്തുവകകൾക്കും എന്നെ വിടുവിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ദൈവത്തെ മറക്കാനിടവരരുത്. കൃപ. ഞാൻ എന്റെ വാക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കട്ടെ. മറ്റു ചില ചിന്തകൾ ഉണ്ടെങ്കിലും ദൈവം അനുവദിച്ചാൽ പിന്നീട് ഒരു സമയത്ത് ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങാം. ഒരു നിമിഷം കണ്ണുകളൊന്നും അടച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും, നമ്മൾ ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ ദയ മറന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി മറക്കും. പ്രവൃത്തി മറന്നാൽ ഞാൻ അറിയാതെ ദൈവത്തെ പോലും മറന്നു പോകും. നമ്മൾ പലപ്പോഴും പറയും, ഇല്ല, എന്റെ ജീവിതത്തിൽ അത് സംഭവിക്കത്തില്ല. ദൈവത്തിന്റെ അത്ഭുതം നേരിൽ കണ്ട ഇസ്രായേൽ മക്കളുടെ ചരിത്രമാണ് നമ്മൾ വായിച്ചത്. നേരിട്ടിറങ്ങി വന്ന് വലിയ ചെയ്ത് ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് കരുതിയെടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയവർ. യെസ്, ഹല്ലേലൂയ. ആ അടിമ കോളനിയിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച നിലവിളി കേട്ട് നമുക്കറിയാമല്ലോ, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ സങ്കടം അറിയുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. വിടുവിപ്പാൻ ദൈവത്തിന് ഇരിക്കാൻ വയ്യാതെ ഇറങ്ങി വന്ന് വിടുവിച്ച ആ ദൈവത്തെ മറന്നെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ അത്രമാത്രം കഷ്ടതയിലൂടെ ഒന്നും കടന്നു പോയവരല്ല നമ്മൾ കടന്നു വന്ന വഴികളിലൊക്കെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. ഇന്ന് തൃപ്തി പ്രാപിച്ചിരിക്കുമ്പോൾ ദൈവത്തെ മറക്കാനുള്ള സാധ്യതകളുണ്ട്. യെസ്, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ഒരു തീരുമാനത്തോടെ മടങ്ങാവുള്ളൂ. കർത്താവേ, അന്ന് നടത്തിയ വിധങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ അത് വർണ്ണിക്കും, എന്റെ തലമുറയോട് ഞാൻ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവമാണ് നടത്തിയത് മക്കളെ, ദൈവമാണ് ഇത്രത്തോളം കൊണ്ടുവന്നത്. നമുക്കിന്ന് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, വീടുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പറയണം, ഇതൊക്കെ തന്നതെന്റെ ദൈവമാ. നമ്മുടെ കൈയുടെ മിടുക്ക് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, ആരോഗ്യം കൊണ്ടല്ല, പണം കൊണ്ടല്ല, സമ്പത്ത് കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, ഒന്നും ഞാൻ നേടിയത് എന്റെ ദൈവം തന്നതാണെന്ന് പറഞ്ഞ് തലമുറയെ കുറിച്ചുകൂടെ ബോധ്യപ്പെടുത്താമെങ്കിൽ തീർച്ചയായിട്ടും ദൈവമക്കളെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറ നമ്മുടെ പിന്നാലെ ഉണ്ടാകും. കൃപ. നമുക്ക് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. ആ സമർപ്പണത്തോടെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം.
ദൈവത്തെ മറന്നാലുള്ള കെടുതി പല ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവം കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. അന്ന് മധ്യസ്ഥ ചെയ്യുവാനോ കൂടെ വരാനോ ആ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനോ ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ല. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഞങ്ങൾക്കതുണ്ടാകാൻ ഇട വരരുത്. ദൈവത്തെ ഓർത്ത് ജീവിപ്പാനുള്ള കൃപ തരണമേ. നമുക്കതിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ സമർപ്പിക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ വാക്കുകൾക്ക് തൽക്കാലം ഇവിടെ വിരാമം കൊടുക്കുന്ന ദൈവം അനുവദിച്ചാൽ അടുത്തൊരു ഭാഗത്ത് വേറൊരു സമയത്ത് ഇതിന്റെ കണ്ടിന്യൂവേഷൻ കുറച്ച് കാര്യങ്ങളോട് ചിന്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.